ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇന്നലെ ട്രാൻസ്ഫർ മാർക്കറ്റ് ഇന്ത്യ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട ഒരു കണക്ക് പുറത്തുവിട്ടിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച 10 ഗോൾ വേട്ടക്കാരുടെ ഒരു ലിസ്റ്റാണ് അവർ പുറത്തുവിട്ടിട്ടുള്ളത്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, പക്ഷെ ഒരിക്കൽ കൂടി നമുക്കത് പരിശോധിക്കാം. 10ാം സ്ഥാനത്ത് വരുന്നത് മലയാളി താരമായ മുഹമ്മദ് ഐമനാണ്. 50 മത്സരങ്ങളിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 9 ഗോളുകൾ ഐമൻ നേടിയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. 9ാം സ്ഥാനത്ത് മറ്റൊരു മലയാളി താരമായ സഹൽ അബ്ദുൽ സമദ് വരുന്നു. 97 മത്സരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സഹൽ കളിച്ചിട്ടുണ്ട്. 10 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 8ാം സ്ഥാനത്ത് ഇയാൻ ഹ്യൂമാണ് വരുന്നത്. ആരാധകരുടെ പ്രിയപ്പെട്ട ഹ്യൂമേട്ടൻ 29 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുണ്ട്. 7ാം സ്ഥാനത്ത് CK വിനീത് വരുന്നു. 43 മത്സരങ്ങൾ കളിച്ച ഈ മലയാളി താരം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 11 ഗോളുകൾ നേടി. 6ാം സ്ഥാനത്ത് ജീസസ് ജിമിനസ് ആണ് വരുന്നത്. 20 മത്സരങ്ങളിൽ നിന്ന് 12 ഗോളുകൾ നേടാൻ ജിമിനസിന് കഴിഞ്ഞിട്ടുണ്ട്. മികച്ച പ്രകടനം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നടത്തിയിരുന്നു. 5ാം സ്ഥാനത്ത് കോമെ പെപ്രയാണ് വരുന്നത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 43 മത്സരങ്ങൾ കളിച്ച പെപ്ര 14 ഗോളുകൾ നേടിയിട്ടുണ്ട്. 4ാം സ്ഥാനത്ത് നോവ സദോയി വരുന്നു. 28 മത്സരങ്ങൾ മാത്രം കളിച്ച നോവ സദോയി 14 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിയിട്ടുണ്ട്. 3ാം സ്ഥാനത്ത് അഡ്രിയാൻ ലൂണയാണ് വരുന്നത്. 87 മത്സരങ്ങളാണ് ലൂണ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 15 ഗോളുകൾ നേടാൻ അഡ്രിയാൻ ലൂണയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2ാം സ്ഥാനത്ത് ഓഗ്ബെച്ച വരുന്നു. കേവലം 16 മത്സരങ്ങൾ മാത്രം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഓഗ്ബെച്ച 15 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഗോൾ ശരാശരിയുടെ കാര്യത്തിൽ ഓഗ്ബെച്ചയാണ് 1ാം സ്ഥാനത്ത്. ഇനി 1ാം സ്ഥാനത്ത് വരുന്നത് ദിമിത്രിയോസ് ഡയമൻഡക്കോസ് ആണ്. 44 മത്സരങ്ങളിൽ നിന്ന് 28 ഗോളുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടാൻ ദിമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരൻ ദിമിയാണ്. 28 ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. ഏതായാലും പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ ആരൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. കാണാം.